പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വേശ്വര എന്നേക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയരെ, ഈ ഉടമ്പടി ചില ആൾക്കാരെ ഭയങ്കര കോമഡിയാണ്. എന്താണെന്നറിയാമോ? അവർ ചിലപ്പോൾ ഈ നമ്മുടെ പ്രവർത്തകരെ കാണുമ്പോൾ പറയുവേ, കൃപാസനത്തിലെ പ്രവർത്തകരെ കാണത്തില്ലേ, അപ്പോൾ പരിചയമുള്ളവർ ഞങ്ങൾ പത്രം അവിടെ കൊടുത്ത് 2 തിരി കത്തിച്ചു, എന്നിട്ടും ഉടമ്പടിയുടെ ഒന്നും ആയില്ലെന്ന് പറയും. അപ്പം ചിലർ വന്ന് എന്നോട് പറയും, അച്ഛാ അവിടെ വർത്തമാനം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ ജന്മത്തവിടെ കാര്യം നടക്കത്തില്ലെന്ന്.
അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തിനോട് കണക്ക് പറയണ രീതിയിലാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. 10 പൈസ ദൈവത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് അവർക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് വേണം. ദൈവത്തെക്കാൾ ഉപരി മെറ്റീരിയലായിട്ട് തന്നെ അവർക്ക് വേണമെന്നുള്ള രീതിയിൽ ഉള്ള ഒരു ബിസിനസ് റിലേഷനാണ് ചില ആൾക്കാർക്ക് ഉള്ളത്. നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കണം കേട്ടോ. ഈ പല ആൾക്കാർക്ക് ഈ ബിസിനസ് റിലേഷൻ ഉണ്ട്. പക്ഷെ ചിലർ കുറച്ച് ഒരു ഉടമ്പടി ആ ക്ലാസ്സെല്ലാം കേട്ട് കഴിയുമ്പോൾ, ഈ ക്ലാസ് കേൾക്കാത്തവർക്കാണ് ഇങ്ങനെ താമസിക്കുന്നത് ഈ വിഷയങ്ങൾ. ക്ലാസ്സെല്ലാം കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവസ്നേഹം ഉണ്ടാവും. ഉടമ്പടി എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? ആൾക്കാരിൽ ദൈവസ്നേഹം ഉൽപ്പാദിപ്പിക്കുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. കാര്യം ദൈവമാണ് അതിൻ്റെ അകത്ത് കണ്ടൻ്റ് എന്ന് പറയണത് ഉടമ്പടിയുടെ. ഇപ്പം നമ്മൾ ഈ പത്രം കൊടുക്കണത് എന്തിനാ? കർത്താവിനെ അറിയാത്തത് അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ. അതെങ്ങനെ ചെയ്യണത് എന്തിനാ? ദൈവസ്നേഹം ഉണ്ടെങ്കിലാണ് അത് ചെയ്യാൻ പറ്റത്തുള്ളത്. അല്ലെങ്കിൽ അത് ടെക്നിക്കലായിട്ട് നമ്മുടെ കാര്യം കാണാൻ വേണ്ടി ടെക്നിക്കലായിട്ട് പോകും, ആ ബിസിനസ്സായിട്ട് പോകും. ആ ബിസിനസ്സായിട്ട് ചെയ്താലും അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ചിലർ ഇപ്പം ഒത്തിരി പേര് നമ്മൾ കാണുന്നത് എങ്ങനെയെന്ന് അറിയാമോ? നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും പാവത്തങ്ങളും ഉണ്ട്. അവരൊക്കെ ഉടമ്പടി അങ്ങനെ ഉറച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഉടമ്പടി വലിയ പ്രയോക്താക്കളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ കൃപാസനം പൂട്ടിയാലും അവർ ഉടമ്പടി ജീവിച്ചുകൊണ്ടിരിക്കും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ദൈവസ്നേഹത്തിൻ്റെ സത്യസന്ധമായ ഒരു സുവിശേഷ പദ്ധതിയാണ് ഇതെന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് അങ്ങനെ ചിലർക്ക് ഇതിലൂടെ ദൈവത്തെ അവരുടെ ജീവിത ആവശ്യത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തെ കണ്ടെത്തിക്കഴിഞ്ഞ് അപ്പോൾ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിൻ്റെ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? അപ്പോൾ അതായത് ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാമല്ല. അതായത് ഇപ്പോൾ നമ്മുടെ കരിസ്മാറ്റിക് കാലഘട്ടങ്ങളിലെ ഉണ്ടായതിനേക്കാളും പ്രസൻസ്, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം നമ്മുടെ കൂടെ ഇന്ന് ഒരു നിരീശ്വരവാദിയായ കുട്ടി, ഇന്നിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യണ സമയം എന്ന് പറഞ്ഞത് തിങ്കളാഴ്ച ആണ്, മറ്റന്നാളത്തെയാണിത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഇന്നൊരു നിരീശ്വരവാദിയ പെൺകുട്ടി, അവളെന്താ നിരീശ്വരവാദിയായത്? അവൾ പറയണ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണവും ഇല്ലായിരുന്നു, ഭയങ്കര പാടായിരുന്നു, എനിക്ക് സമാധാനമില്ല, പിന്നെ ദൈവത്തെ ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ കൂടെ ദൈവം ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനെന്തിനാണ് വിശ്വസിക്കണത് എന്നുള്ള രീതിയിൽ വെറുപ്പും ദൈവത്തോട് ദൈവം എന്നുള്ള ആശയത്തോട് തന്നെ അവർക്ക് അരിശമാണ്. അങ്ങനെയാണ്. പക്ഷേ അവളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളുടെ അമ്മ ഉടമ്പടി എടുത്തു. അതിനുശേഷം അവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ പറയാതിരുന്നൊരു രോഗം, അവൾ സമൂഹത്തിൽ അതിൻ്റെ പേരിൽ ആക്ഷേപം മേടിച്ചിരുന്ന രോഗം പെട്ടെന്ന് മാറി. അതങ്ങനെയാണ് അമ്മയുടെ ഉടമ്പടി അത് വെച്ചിട്ടുണ്ട്. ഇവളുടെ കാര്യം ഇവളറിയാതിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് മനസ്സിലപ്പോൾ ഇവൾക്ക് തോന്നി എന്നാൽ ഞാനും കൂടി ഇപ്പോൾ ഉടമ്പെടുക്കാം. പക്ഷെ ഉടമ്പെടുക്കുമ്പോൾ ഇവൾ തിരികെത്തിക്കുമ്പോൾ ആരോ പുറകിൽ നിൽക്കും. ഇത് പല പ്രാവശ്യമായപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ തിരികെത്തിക്കുമ്പോൾ ഏതോ ഒരു നിഴൽ പുറകെ നിൽക്കുന്നു, എനിക്ക് നല്ല ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും അത് മാതാവ് അടിയെന്ന് പറയും. അപ്പോൾ ഇവർക്ക് സുഗന്ധാഭിഷേകം വരും. അതായത് നമുക്ക് ഇപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കൃപാസനത്തിലോട്ട് വരത്തില്ലായിരുന്നു. ഞാൻ വരാത്തതിൻ്റെ കാരണം ഇത് ചില കാര്യങ്ങൾ ലോജിക്കല്ലാത്തത് കൊണ്ടാണെന്ന്. അത് ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. അവർക്കിപ്പോൾ ജീവിതാനുഭവം ഉണ്ടായപ്പോൾ ഇപ്പോൾ അവർ ഡോക്ടറേറ്റ് എടുത്തപ്പോൾ കഴിഞ്ഞപ്പോൾ 8 കൊല്ലം കിട്ടാതെ ഡോക്ടറേറ്റ് ഒറ്റ ഉടമ്പടി കൊണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി. പക്ഷേ അതല്ല അവർ പറയണത്, കൃപാസനത്തിലെ ചില കാര്യങ്ങൾ ലോജിക്കല്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം നമ്മൾ ലോജിക്കും കൊണ്ടിരിക്കുന്നവർക്ക് ചില സമയത്ത് അത് അങ്ങനെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാര്യത്തിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ടാഞ്ചിബിളല്ലേ, നമുക്ക് ദൈവത്തെ തൊടാവുന്ന രീതിയിലാണ് ഉടമ്പടിയുടെ എല്ലാ വർക്കൗട്ടിങ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും എൻ്റെ സഹോദരങ്ങളെ കണക്ക് കൂട്ടി
ഇപ്പം കർത്താവ് തന്നെ ഇതിനിങ്ങനെ ഒരു നിലപാട് തന്നെ ദൈവത്തോട് കണക്ക് പറയുന്ന ആൾക്കാരോട് അവരാണ് ഈ ഉടമ്പടി ഗതി പിടിക്കാൻ കിടക്കണത്. ആ ഒരു മനോഭാവമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം. ലൂക്ക 6:35 തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായി. എന്ത് പ്രശ്നം കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഇങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന അത്രയും തന്നെ തിരിച്ച് കിട്ടണമെന്നുള്ള രീതിയിലുള്ളൊരു ബിസിനസ് റിലേഷൻ ആണെങ്കിൽ കർത്താവിൻ്റെ മനസ്സിരിപ്പ് വേറെയാണ്. എന്താ കാര്യം? ചില കാര്യത്തിന് നമുക്ക് റീഫണ്ടബിൾ അല്ല, തിരിച്ചതുപോലെ കിട്ടത്തില്ല. അപ്പോഴെന്താ സംഭവം? അത് കിട്ടത്തേയില്ലെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്നാണ്. അപ്പം ചെറിയ പ്രതിഫലമല്ല. നീ ചോദിച്ചത് ചിലപ്പോൾ ഒരു ജപ്തി നടപടി മാറാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിരിക്കും. ചിലപ്പോൾ ദൈവം അതിനേക്കാൾ വലിയ നിത്യത വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈശോ. ചില ഉത്തരവ് എന്താണ്? പ്രാർത്ഥന കേട്ടില്ലെന്നല്ല, അത് വിഡ്ഢികളാണ് അങ്ങനെ പറയണം. ഒരു പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല. പിന്നെ എന്താ? അത് നിത്യതയിലാണ് റീഫണ്ട്. അതാണ് പ്രതിഫലം വലുതായിരിക്കും എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാതെ ഉടമ്പെടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ഒരു അവസരമാണ്. അത് നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇനി ഉടമ്പടി നിന്ന് അകപ്പഴ നിർത്താമെന്ന് വിചാരിച്ചാൽ നിന്ന് പോയത് കഷ്ടപ്പെടാം. ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ? റോഡ് മുഴുവൻ പണിയാണ്. കൃപാസത്തിൽ വരണമെങ്കിൽ 2-3 ബ്ലോക്കൊക്കെ എല്ലാം കഴിഞ്ഞാൽ വരത്തുള്ളൂ. പക്ഷേ ഈ ഇനിയിപ്പോൾ ബ്ലോക്കെല്ലാം കുറച്ചിപ്പോൾ മാറും. പക്ഷെ അന്ന് നിങ്ങൾ വന്നിട്ട് ഇന്ന് വന്ന പോലെ അല്ല. ഇന്ന് കഷ്ടപ്പെട്ട് വരുമ്പോൾ കർത്താവ് നിങ്ങളെ കഷ്ടപ്പാട് മനസ്സിലാക്കും. നാളെ നിങ്ങൾ ഈസി ആകുമ്പോൾ വരാതിരിക്കുകയും അപ്പോൾ അനുഗ്രഹം ഈസി ആയിരിക്കത്തില്ല ചിലപ്പോൾ. അതുകൊണ്ട് ബുദ്ധി വേണം ഇതിനൊക്കെ ഒരു ശരിക്കും. ഇപ്പോൾ നല്ല ഒരു സമയത്ത് കർത്താവിനെ ഞങ്ങളത് നിങ്ങളോട് പറയണതേ ഇത് ഞങ്ങൾ അനുഭവിച്ചതിൻ്റെ പകുതിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അത്രേ പറയാൻ പറ്റണുള്ളൂ. അപ്പം അത് നിങ്ങൾ ഓരോരുത്തരും ഇതേ ദൈവാനുഭവത്തിലേക്ക് വരണം. അനുഗ്രഹത്തെക്കാൾ ഉപരി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിട്ടുകൊടുക്കുക, എൻ്റെ ഈഗോനെ ഞാൻ വിട്ടുകൊടുക്കുക. ഇതിൽ ശ്രദ്ധിക്കണം. ഈഗോ വിട്ടുകൊടുക്കുമ്പോഴത്തേക്കും ഇതിൽ പലവരിക്കും സംഭവിക്കുന്ന എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു തീരുമാനം എടുക്കും. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരും, നീ ക്ഷമിക്കണമെന്ന്. പക്ഷേ നമ്മൾ ക്ഷമിക്കാൻ തീരുമാനിച്ച പിന്നെ വഴിയിൽ തങ്ങരുത്. വഴിയിൽ അപ്പുറത്തിപ്പുറത്ത് നോക്കരുത്, ഒരു കാരണവശാലും നോക്കരുത്. ഇത് സംഭവിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഭാര്യ തീരുമാനിക്കും, ഭർത്താവ് പുറത്തേക്ക് പോയപ്പോഴത്തേക്കും ഇന്ന് വഴക്കിട്ടാണ് പോയത്, ഞാൻ കുറേ ചീത്ത വിളിച്ച് ഇല്ല കുറേ പ്രശ്നം പറഞ്ഞാൽ പോയത്, ശ്രദ്ധിക്കണത്. അപ്പോൾ തീരുമാനം എടുക്കും, ഇങ്ങനെ ഈ പ്രസംഗം കേട്ടില്ല പ്രാർത്ഥിച്ചിട്ട് ഓക്കെ ഞാൻ ക്ഷമ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് ഭർത്താവിനെ വിളിക്കുമ്പോഴായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഭർത്താവിൻ്റെ ഫോൺ
ബിസി ആയിരിക്കും, ഇല്ല എൻഗേജ്, ഇല്ല കോൾ വെയിറ്റിംഗ് ആയിരിക്കും. അപ്പം പിശാചി ഇവിടെ തോന്നിപ്പിക്കും, ഞാൻ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, അയാൾക്ക് ഭയങ്കര സന്തോഷം, അയാൾ ആരോടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണിനോടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഇവിടെ ക്ഷമ പറയാൻ പോയത് പിന്നെ തിരിച്ച് ഭർത്താവ് വിളിക്കുമ്പോഴത്തേക്കും കാലത്തെ ഒരു ചീത്ത വാക്കായിരിക്കും പറഞ്ഞാൽ 10 പറഞ്ഞ് അവസാനിപ്പിക്കും. ചെയ്യരുത്. ഈ ട്രാൻസ്പോർട്ട് ബസ് ഞാൻ ഇന്നലെ എൻ്റെ അവിടുത്തെ കോയമ്പത്തൂർ പറഞ്ഞ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറെ പോലെ ആയിരിക്കണം. ഡ്രൈവർ ഇപ്പോൾ എറണാകുളത്തിരുന്ന് തിരുവനന്തപുരത്തേക്ക് ഓടുന്ന ബസ് ഡ്രൈവറിന് ഒരു സമയം കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ 1 മണിക്ക് എടുത്താൽ 6 മണിക്ക് അവിടെ എത്തണം. അയാൾ ആകെ വാച്ച് നോക്കി ഒരേ സ്റ്റേഷനിൽ ഈ സമയത്ത് എത്തണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പുറത്തിപ്പുറത്ത് വഴിയിൽ എന്തെങ്കിലും ആരെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച് അയാൾ വണ്ടി നിർത്തി അത് നോക്കി നിൽക്കില്ല. ബസ്സിൻ്റെ അകത്ത് ആരെങ്കിലും വഴക്കിട്ട് അത് നോക്കില്ല. ലോറിക്കാർ വഴിയിൽ വെച്ച് ഇയാളെ ചീത്ത വിളിച്ചാൽ നീ എന്താണ് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞാൽ അയാളോട് വഴക്കിന് പോകില്ല. അയാൾക്ക് ഞാൻ എത്തേണ്ടിയ ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ സമയത്ത് എത്തണം. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുഗ്രഹം തടസ്സപ്പെട്ടിരിക്കുക. ആ അനുഗ്രഹം തടസ്സപ്പെടാതെ ഇരിക്കാൻ ഞാൻ ക്ഷമ ചോദിക്കണം. ആരെങ്കിലോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോഴേക്കും നമ്മളുടെ മനസ്സിൽ തോന്നുക ഞാൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എല്ലാവരോടും പറയും നാണം കെട്ടുപോയി എന്നോട് വിളിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്, ഇതിൽ കുരുക്ക് കിടപ്പുണ്ട്. മത്തായി 5:23 ഈശോ പറയുന്നത് നിനക്ക് ആരെങ്കിലുമായിട്ട് വിഷമമുണ്ടെങ്കിൽ പോയി ക്ഷമ ചോദിക്കാനില്ല പറഞ്ഞിരിക്കണം. അത് ചോദിക്കണം. അത് മാത്രമല്ല, നിന്നോട് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ ചോദിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മളെ ഈഗോനെ വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിനെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ദൈവ സാന്നിധ്യത്തിലുണ്ടാവും. എന്നാലേ നമുക്ക് അനുഗ്രഹം തടസ്സപ്പെട്ടിരിക്കുന്ന അനുഗ്രഹം നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ അവിടെ തടസ്സമാവും. ഇത് യോനയുടെ പുസ്തകത്തിലെ 3-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നത് നിൻ്റെ മനസ്സ് നീ മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റും. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം മനസ്സ് മാറ്റും. ദൈവത്തിലിരുന്ന് നീ അകന്നിരിക്കുകയാണെങ്കിൽ ദൈവം മനസ്സ് മാറ്റി നിൻ്റെ അടുത്ത് വന്ന് നിന്നോളും. അപ്പം അനുഗ്രഹം നിനക്ക് ലഭിക്കും. ഇതെനിക്ക് സംഭവിച്ചാൽ ഞാൻ ഇത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഈ അനുഭവം പറഞ്ഞിട്ടുള്ള എൻ്റെ കോയമ്പത്തൂർ പ്രാർത്ഥനയ്ക്ക് ഒരു കൊച്ച് 1 കൊല്ലമായിട്ട് ഒരു ഹൈന്ദവ കൊച്ച സംഗവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര്, അത് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അത് എന്താ പ്രാർത്ഥിക്കാൻ വന്ന 2 കാര്യത്തിനാണ് വന്നത്. ഒന്ന്, അതിന് ഏത് ഹോസ്പിറ്റലിൽ പോയാലും വയറുവേദന വിട്ട് മാറണില്ല. രണ്ടാമത്തത് അതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും നല്ല കോളേജാണ് PSG കോളേജ്. അവിടെ ഒരു അഡ്മിഷൻ കിട്ടണമായിരുന്നു. ആ ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടണം. അതിന് കിട്ടില്ല, മാർക്ക് കുറവാണ്. അപ്പോൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന് ആരൊക്കെയോ പറഞ്ഞ് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ആഴ്ച വന്നപ്പോഴത്തേക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വയറുവേദനയൊക്കെ മാറി, ടോട്ടലായിട്ട് മാറി. അത് സാക്ഷ്യപ്പെടുത്തി. പക്ഷേ അവൾ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് അവിടെയൊക്കെ പറയുമായിരുന്നു, എന്നെ കാണുമ്പോഴൊക്കെ പറയുക എനിക്ക് അഡ്മിഷൻ വേണം PSCക്ക്, അതിനാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുക. അടുത്ത കൊല്ലം 1 കൊല്ലം എനിക്ക് പോയി അവിടെ കിട്ടാത്ത കൊണ്ട് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തിട്ടില്ല. എൻ്റെ കോയമ്പത്തൂർ ബ്രദേഴ്സിനൊക്കെ അറിയാം, കൊച്ചിനെ അറിയാം, ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് 1 കൊല്ലമായിട്ട് വന്ന് ഞാൻ ഒരു ഞായറാഴ്ച എൻ്റെ ഇടവപ്പള്ളിയിൽ കാലത്തെ കുർബാന കൂടിയിട്ട് പുറത്ത് വന്നപ്പോൾ ഈ കൊച്ചിൻ്റെ 2-3 മിസ്ഡ് കോളുണ്ട് ഫോണിൽ. അപ്പോൾ ഞാൻ എപ്പോഴും കാലത്തെ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഒരു ചായക്കടയുണ്ട്. ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ ചായക്കടയുണ്ട്. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കാലത്ത് ചായ കുടിക്കാതെ കാലത്തെ കുർബാനയ്ക്ക് പോകുന്നില്ലേ. അപ്പോൾ പോയി അവിടെ ചായ കുടിക്കണം എനിക്ക് എന്തായാലും. ചൂട് ചായ ഓർഡർ ചെയ്തിട്ട് ഞാൻ ഈ മിസ്ഡ് കോൾ എടുത്തിട്ട് നോക്കി. അപ്പോൾ ഈ കൊച്ചിനെ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അന്ന് ഞായറാഴ്ച അവർക്ക് കൗൺസിലിംഗ് ആണ്. ഞാൻ വിട്ടുപോയി. 1 കൊല്ലം അന്നായിരുന്നു ആ കൊച്ചിൻ്റെ അഡ്മിഷൻ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുക PSCയിൽ. ഈ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞ എനിക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ കൗൺസിലിങ്ങിൽ. അപ്പോൾ അതുമാത്രമല്ല എന്നോട് പറഞ്ഞ ബ്രദറിലെ പറഞ്ഞ് ഈശോ അടുത്ത് ചോദിച്ചാൽ എല്ലാം കിട്ടുമെന്ന് അതും പറയുന്നുണ്ട്. എനിക്ക് സങ്കടമായി. വേറെ ആരെങ്കിലാണെങ്കിൽ കുഴപ്പമില്ല. ഈ കൊച്ച് ഹൈന്ദവ കൊച്ച കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കുക. അപ്പോൾ
ഞാൻ ഇങ്ങനെ 1 മിനിറ്റ് എനിക്കൊന്ന് പറയാം. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറയാൻ കിട്ടേണ്ട എന്തെങ്കിലും, കുഴപ്പമില്ല, അടുത്ത പോലെ ആയിക്കോളൂ, ഇല്ല ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകില്ല അതൊന്നും. അത് പറയേണ്ടിയവരോട് ഇല്ലേ പറയാൻ പറ്റുമോ? അതിനെങ്ങനെ മനസ്സിലായി? അത് ഇതിനു വേണ്ടി മാത്രം വന്നാൽ അവർ. ഞാൻ അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്ത് പോയി. എനിക്ക് ഈ വചനം ഓർമ്മ വന്നത്, ദൈവം എന്താ ഇങ്ങനെ കാണിച്ചത്, ദൈവത്തിൻ്റെ എന്താ മനസ്സ്. അപ്പോൾ ദൈവം മനസ്സ് മാറ്റും, നീ മനസ്സ് മാറ്റിയാന്ന്. അപ്പം ഞാൻ അവിടെ നിന്ന് എന്ത് മനസ്സ് മാറ്റാൻ? അയാൾ ചായക്കടക്കാരൻ ഒരു ഗ്ലാസ് ചായ തന്നു. ഞാൻ പറഞ്ഞ എന്നാൽ ഞാൻ ഈ ചായ കുടിക്കണല്ലോ, അതാണ് ഞാൻ മനസ്സ് മാറ്റം എന്ന് പറഞ്ഞ് ചായ അങ്ങോട്ട് കളഞ്ഞ്. കടക്കാരൻ നോക്കിയേക്കാം ഇങ്ങോട്ട്. ഞാൻ ആദ്യം അങ്ങോട്ട് കളഞ്ഞ്, അവിടെ വെച്ചാൽ പിന്നെ കുടിക്കാൻ തോന്നുന്നു പറഞ്ഞ് കളഞ്ഞ് അങ്ങോട്ട് കളഞ്ഞിട്ട് ഞാൻ പള്ളിയുടെ അകത്ത് പോയി. ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ എന്തായാലും മനസ്സ് മാറ്റി. ഇത് തമാശയാണെങ്കിൽ തമാശയില്ല കേട്ടോ, ഞാൻ സീരിയസ് ആയിട്ടാണ്. മനസ്സ് മാറ്റണം. മനസ്സ് മാറ്റേണ്ട ഈ ചായ കളഞ്ഞിട്ടില്ല, നിങ്ങളൊക്കെ മനസ്സ് മാറ്റേണ്ടേ. ആ സമയത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ, ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ, നിങ്ങൾ ക്ഷമ വിടണം, പാപം അത് ചെയ്യില്ല, ഇനി ഞാൻ കുറ്റം പറയില്ല, പിരിവിറുക്കില്ല, അതൊക്കെ ഞാൻ വിടയാണ്, അത് ഞാൻ കളയാണ് എന്ന് പറയണം. ഞാൻ അവിടെ പോയിട്ട് കൈയും പൊക്കി പ്രാർത്ഥിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ സൈലൻ്റിൽ ഇട്ടിരിക്കുക മൊബൈൽ, പിന്നെയും മിസ് കോൾ. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും കൊന്ത കയ്യിലുണ്ട് കേട്ടാ. ആ കൊച്ചു പറയുക, എനിക്ക് സീറ്റ് തിരിച്ച് വിളിച്ച് തന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് വേറെ ആൾ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത ആൾ ഫീസ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൽ. അപ്പോൾ ഒരു സീറ്റ് കാലിയുണ്ട്, ഇവരവിടെ ഇരിക്കണ കണ്ടിട്ട് തിരിച്ച് വിളിച്ചിട്ട് ഫീസ് അടപ്പിച്ച് സീറ്റ് കൊടുത്ത്. ഇതാണ് നീ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം മനസ്സ് മാറ്റും. അപ്പം അനുദപിക്കേണ്ടത് ഇങ്ങനെയാണ് നീ അനുദപിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അനുദപിക്കേണ്ടത് ഇങ്ങനെയാണ്. നീ ക്ഷമിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നിന്നോട് ദ്രോഹം ചെയ്യുന്നവരെ ദൈവം അനുവദിച്ച് തരുന്നതാണ് നിന്നെ ഉയർത്താൻ വേണ്ടിയിട്ട്. അതൊരു അവസരമാണ് നിനക്ക്. അതുകൊണ്ട് അവരോട് ക്ഷമിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവരെന്ത് ചെയ്യുന്നെന്ന് അവരറിയുന്നില്ല പിതാവേ, അവരോട് ക്ഷമിക്കുക. ഈശോനെ എല്ലാവരും ദ്രോഹിച്ച്, ആ ദ്രോഹിച്ചവരെ തന്നെ നമ്മളെയൊക്കെ ദ്രോഹിച്ച് കുരിശിൽ കിടത്തി ദൈവം ഉയർത്തി. എന്തിനു വേണ്ടി ഉയർത്തിയ? നമ്മളെ നിത്യതയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയാണ് പലവരും നമ്മളോട് ദ്രോഹം ചെയ്യാൻ ദൈവം അനുവദിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരോടും ക്ഷമിക്കാമല്ലേ, അനുദപിക്കാമല്ലേ? വിട്ടിട്ട് അനുദപിക്കേണ്ടത്. അത് പിടിച്ചു വെച്ചിട്ടുണ്ട്. പാവം പോക്കറ്റിലിട്ട് പിടിച്ച് പേഴ്സിൽ വെച്ച് പൂട്ടി വെച്ചിട്ടില്ല അനുദപിക്കേണ്ടത്. വിട്ടു കൊടുത്തിട്ട് നീ അനുദപിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സ്ഥലം ധൃതി വയ്ക്കേണ്ട സ്ഥലമേ ഇല്ല. നമ്മൾ പല സ്ഥലത്തും നമുക്ക് തിരക്ക് കാണുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ തിരക്കുണ്ടാക്കും. ഇത് അങ്ങനത്തെ സ്ഥലമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. സന്തോഷിക്കേണ്ട സ്ഥലമാണ്. അമ്മയുടെ ഉടമ്പടി വഴി നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ആകുകയാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സംസാരിക്കാൻ വേണ്ടിയോ പറയാൻ വേണ്ടി എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടില്ല. അത് നമ്മൾ സ്വന്തം തന്നെ ആകുക. സങ്കീർത്തനം 105:3 പറയുന്നത്, നീ ആഹ്ലാദിക്കുക, സന്തോഷിക്കുക. എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ആണെന്നുള്ള ബോധ്യത്തിലാണ് സന്തോഷിക്കേണ്ടത്. എപ്പോഴും ബോധ്യമാണ് നമുക്ക് അനുഭവം തരുന്നത്. അപ്പോൾ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. ഇല്ല ഇതൊരു ചടങ്ങായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ആര് നിയോഗം എഴുതി അതിനുവേണ്ടി മാത്രം വന്നിട്ട് കാര്യമില്ല. അത് നിങ്ങൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കും. ദൈവത്തിനറിയാം നമുക്ക് എന്താവശ്യമുണ്ടെന്ന്. ഇത് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകുക, അതാണ് മെയിൻ. സന്തോഷിക്കേണ്ട കാര്യം അതാണ്. ഈ ആരും നിയോഗം ഇല്ല. ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തമാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സങ്കടം ഒന്നും വേണ്ട, ധൃതി വേണ്ട, വേറെ എവിടെ പോയിട്ടും കാര്യമില്ല.
വേറെ എവിടെ പോയിട്ടും കാര്യമില്ല. നമ്മളെ എല്ലാ പ്രശ്നത്തിനും ഉത്തരം മാതാവിൻ്റെ അടുത്ത്, ഈശോയുടെ അടുത്ത് എവിടെയുള്ളത്?